ബെല്ലമ്മേനെ സർജറി കഴിഞ്ഞ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇവളും കൊക്കോയും തമ്മിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കളിയും കുസ്തിയും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഇവളുടെ പൂണ്ടിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൂട്ടിലിട്ടു. പക്ഷേ ഈ മാഡത്തിന് കൂട്ടിൽ ഇട്ട് പരിചയമില്ല, അവൾക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഫുള്ള് രാത്രി നിലോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി നിലോളി. എന്താണ് നിനക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കൂടെ അതിനകത്ത്? നിനക്ക് വേദനയൊന്നുമില്ലേ കൊച്ചേ? കരച്ചിൽ, ബഹളം. ഇവളെന്ത് ചെയ്താൽ നമ്മളിപ്പോൾ കൂട് തുറന്ന് അവളിങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കൂട് ക്ലോസ് ചെയ്ത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൾ ഫുള്ള് നിലോളി. അല്ലെങ്കിലേ ഇവിടുത്തെ കോലാഹലങ്ങളുടെ ഇടയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഇവളുടെ നെല്ലോളും കൂടി ആകുമ്പോൾ എനിക്ക് തീരെ ഉറക്കം പോയി. അവസാനം കുട്ടിക്കറ് ഇവളും കൊക്കോയും തമ്മിൽ യുദ്ധം നടത്താൻ പാടില്ല എന്ന് മാത്രമാണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കൊക്കോ മാഡത്തിനാണെങ്കിൽ അവൾക്ക് കൂട്ടിൽ നിൽക്കുന്നത് ഒരു പണിഷ്മെൻ്റായിട്ട് അല്ലാത്തൊരു സംഭവമാണ്. അപ്പം അവൾ വളരെ ഹാപ്പി ആയിട്ട് അവൾ കൂട്ടി കയറി. ഇവൾക്ക് പകരം ബെല്ലേനെ ഞാൻ പുറത്താക്കി. പിന്നെ ബെല്ലേനെ പുറത്താക്കിയതിന് ശേഷം അവൾ ഒരു സന്തോഷത്തിൽ ഫുള്ള് വീട് ഓടി നടന്ന് ഒരു എന്താ പറയുക, എല്ലായിടത്തും മണത്ത് പിടിച്ച് ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ സമാധാനമായിട്ട് ഞാൻ കിടക്കണേൻ്റെ അടുത്ത് എൻ്റെ കാലിൻ്റെ അവിടെ വന്ന് കിടന്നുറങ്ങി. ഇതാണ് ആദ്യത്തെ ദിവസം ഉണ്ടായത്. സന്തോഷം സന്തോഷം സന്തോഷം.